ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലാൻ പറഞ്ഞു, ശൈത്താൻ കൂടെ കഴിക്കാതിരിക്കാൻ. ബിസ്മി ചൊല്ലാതെ വീട്ടിലേക്ക് കയറിയാൽ ശൈത്താൻ കൂടെ കയറും. ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കാൻ ആരംഭിച്ചാൽ ശൈത്താൻ കൂടെ കഴിക്കും. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിറങ്ങുകയാണെങ്കിൽ അവനോട് ആശംസ അർപ്പിക്കപ്പെടുന്നുണ്ട്. നിന്റെ കാര്യത്തിൽ മതിയായ സംരക്ഷണം നീ ചെയ്തിരിക്കുന്നു. തനഹാ അൻഹു ശൈത്താൻ, അവനിൽ നിന്ന് ശൈത്താൻ വിട്ടുനിൽക്കും, ശൈത്താൻ മാറി നിൽക്കും. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിന്റെ പാരായണം നമ്മൾ അധികരിപ്പിക്കണം. നിത്യജീവിതത്തിലെ ദിക്റുകളും ദുആകളും മുറുകെ പിടിക്കണം. രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽക്ക് നമുക്ക് ദിക്റുകളുണ്ട്. നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്, രാവിലെ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ മാതനാ വ ഇലൈഹിൻ നുശൂർ, അവിടെ മുതൽക്ക് തുടങ്ങി നമ്മുടെ ഒരു ദിവസത്തെ ദിക്റുകൾ. രാത്രി ഉളുവെടുത്ത് ഉറങ്ങാൻ കിടന്ന് അവസാനത്തെ ദിക്ർ ആമൻതു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത, നീ ഞങ്ങളിലേക്ക് ഇറക്കിയിട്ടുള്ള വിശുദ്ധ ഖുർആനിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, നീ ഞങ്ങളിലേക്ക് അയച്ചിട്ടുള്ള നിന്റെ നബിയിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. അത് അവസാനത്തെ വാചകമാകണം. ഉറങ്ങി എഴുന്നേൽക്കുമ്പോ പിന്നെയും ദിക്റുകളാൽ സമ്പുഷ്ടമായിരിക്കണം മുസ്ലിമിന്റെ ജീവിതം. അതിലൂടെയാണ് ആശ്വാസം കിട്ടുക. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾ അടങ്ങുക അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മയൊന്നുകൊണ്ട് മാത്രമാണ്. അതാണ് സുഹൃത്തുക്കളെ പരിഹാരം. മാനസികമായ ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടാകുമ്പോ, തനിക്ക് സിഹിർ ഏറ്റിട്ടുണ്ട് എന്ന് സംശയം തോന്നപ്പെടുമ്പോ, അതല്ലെങ്കിൽ ആ നിലക്കുള്ള കണ്ണേറ് പോലെയുള്ള ഏതെങ്കിലും ദോഷങ്ങൾ തന്നിൽ ബാധിച്ചിട്ടുണ്ടെന്ന് സംശയിക്കപ്പെടുമ്പോ, അതിന്റെ പരിഹാര ക്രിയക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെയും സാഹിര്യങ്ങളെയും മാരണക്കാരെയും കുതന്ത്രക്കാരെയും സമീപിക്കുകയല്ല പരിഹാരം. അത് പാടില്ല. സമീപിക്കുന്നത് തന്നെ നമ്മുടെ അമൽ ബാത്തിലാക്കുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അവൻ പറഞ്ഞത് വിശ്വസിച്ചാൽ കാഫറായി പോകുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളിലേക്ക് പോകാനേ പാടില്ല. മറിച്ച് എന്ത് ചെയ്യണം? ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള അർറുഖിയ മന്ത്രങ്ങളുണ്ട്, ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ശർഈയായ മന്ത്രങ്ങളുണ്ട്. ശിർക്കൻ മന്ത്രങ്ങളല്ല, റബ്ബിന്റെ നാമങ്ങൾ, വിശുദ്ധ വചനങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിനാൽ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകളിലൂടെ വന്നിട്ടുള്ള വാരിതായിട്ടുള്ള അത്തരത്തിലുള്ള ദുആകൾ, ദിക്റുകൾ, മന്ത്രങ്ങൾ, അതൊക്കെ തന്നെയും നമുക്ക് പരിഹാരമാണ്. അതല്ലാതെ തകിട് കെട്ടലല്ല, ഉറുക്ക് കെട്ടലല്ല, ചരട് കെട്ടലല്ല, മന്ത്രിച്ച് കെട്ടലല്ല, ഉഴിഞ്ഞു വാങ്ങലല്ല, ഹോമം കത്തിക്കലല്ല, ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യലല്ല, ജീവികളെ പിടിച്ച് അറുക്കലല്ല, അവയുടെ എല്ലിലും തുകലിലും അതുപോലെ തന്നെ തൂവലിലും അതുപോലെ തന്നെ മറ്റു വസ്തുക്കളുടെ പല രൂപത്തിലുള്ള മേഖലകളിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യലല്ല ഇതിനൊന്നും പരിഹാരം. കണ്ണേറ് തട്ടാതിരിക്കാനുള്ള പരിഹാരം എഴുതി തൂക്കലല്ല, പേക്കോലം നാട്ടിവെക്കലല്ല, കലത്തിന്മേൽ ചുണ്ണാമ്പും വായും നാക്കും മൂക്കുമൊക്കെ ഉണ്ടാക്കി മനുഷ്യക്കോലം വരച്ചു വെക്കലല്ല, കരിങ്കണ്ണ നോക്ക് എന്ന ബോർഡ് വെക്കലല്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണേറിന്റെ ഉപദ്രവത്തിൽ നിന്ന് കൊച്ചുമക്കൾക്ക് വേണ്ടി വരെ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ ഉഈദുകുമാ ബികലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മത്തിൻ, എല്ലാവിധത്തിലുള്ള ആക്ഷേപകാരിയായ കണ്ണിന്റെ ഉപദ്രവത്തിൽ നിന്നും ജന്തുക്കളുടെ ഉപദ്രവത്തിൽ നിന്നും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് ഇരുവർക്കുമായി ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസൻ ഹുസൈൻ എന്ന പേരക്കിടാങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നു, മന്ത്രിച്ചു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. അത് മുൻഗാമികളുടെ പാരമ്പര്യമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇസ്മായിൽ അലൈഹിസ്സലാമിനും ഇസ്ഹാഖ് അലൈഹിസ്സലാമിനും വേണ്ടി ഇതേ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കാവൽ തേട്ടമായി കൊണ്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹസൻ ഹുസൈൻ എന്നീ പേരക്കിടാങ്ങൾക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. കണ്ണേറുകൊണ്ട് ഒരു ചുക്കും സംഭവിക്കൂല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ ബാധിക്കും, കണ്ണേറുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപദ്രവം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചാൽ അവൻ ജൂതന്റെ ഏജന്റാണെന്നും ഖുർആനിനെ നിഷേധിച്ചവനാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഉള്ളതുപോലെ പഠിക്കാത്തതിന്റെ തകരാറാ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ളതുപോലെ പഠിക്കണം, ഉള്ളത് അംഗീകരിക്കണം, ഇല്ലാത്തതിനെ മുച്ചൂടും തള്ളിക്കളയണം. ഉള്ളതിനെ തള്ളിക്കൊണ്ടുള്ള ഒരു പരിഷ്കാരം നമുക്ക് വേണ്ട. ഉള്ളതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ, അതിലപ്പുറം പോകണ്ട. അങ്ങനെ ഇസ്ലാമികമായ പരിഹാരങ്ങൾ എന്താണോ അത് കാണലല്ലാത്ത മറ്റു പരിഹാര മാർഗങ്ങളൊന്നും ഇസ്ലാം നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കുക.
അതിന് തുരങ്കം വെക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള സർവ്വ ഫിത്നകളിൽ നിന്നും ദജ്ജാലുകളിൽ നിന്നും മോചനം നേടണം. ഈ കുട്ടി ദജ്ജാലുകളുടെയൊക്കെ അവസാനത്തെ ദജ്ജാലായി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ ദജ്ജാലുണ്ട്. അവനിൽ നിന്ന് നമ്മൾ എപ്പോഴും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നുണ്ടല്ലോ. ഇതിന്റെ മുന്നോടിയായിട്ട് വരുന്ന ഇത്തരത്തിലുള്ള ഒരുപാട് ദജ്ജാലുകളുണ്ട്. വളരെ ഗൗരവമാണ്. അതുകൊണ്ട് നമ്മെ നശിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. ഇസ്ലാമിന്റെ കൃത്യമായ വിശ്വാസങ്ങളെ, ആചാരങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഖീദ വളരെ ഗൗരവത്തോടുകൂടെ പഠിച്ച് മനസ്സിലാക്കി അതിന്റെ വിഘാതമായി വരുന്ന എല്ലാത്തിൽ നിന്നും വിട്ടുനിന്നുകൊണ്ട് നമ്മുടെ ഈമാനിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, റബ്ബിനോടെപ്പോഴും തേടിക്കൊണ്ടിരിക്കുക. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, ഹൃദയത്തെ തെറ്റിച്ചു കളയരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. എന്താണെന്നറിയോ, ഈ മേഖല മനുഷ്യൻ കുറച്ച് പതറിപ്പോകുന്ന മേഖലയാണ്. പിടിച്ചു നിൽക്കുന്നവനെയും ശൈത്താൻ വന്നുകൊണ്ട് മനുഷ്യവേഷത്തിലുള്ള ശൈത്താനും വരും, ദുർബോധനത്തിനായിട്ട് വരും. എന്ത് ഒരുപാട് ചികിത്സ നിങ്ങൾ ചെയ്തില്ലേ? വീട്ടിൽ അടിക്കടി രോഗം, പാപ്പാക്ക് രോഗം, ഉമ്മാക്ക് രോഗം, മക്കൾക്ക് രോഗം, ഭാര്യക്ക് രോഗം, ഭർത്താവിന് രോഗം, വിട്ടുമാറാത്ത തലവേദന, വിട്ടുമാറാത്ത പനി. ഒരാൾക്കാണ് മാറി ആസ്പത്രിയിൽ നിന്ന് അങ്ങോട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അടുത്ത ആള്. അപ്പൊ ഈ മനുഷ്യന് പരീക്ഷണമാണ്. ആ സമയത്ത് ദുർബലമായ മനുഷ്യന്റെ മനസ്സിൽ വന്നിട്ട് ഒരുത്തം വന്നിട്ട് കാതിൽ കുറുകി കൊടുക്കുമെന്ന്, നിങ്ങൾ ഒരുപാട് ചികിത്സ ചെയ്തില്ല, ഇനി ഇതൊക്കെ ഒന്ന് മതിയാക്കിക്കളി, ഇനി ഇതൊക്കെ ഒന്ന് മതിയാക്കി വേറൊരു വേലുണ്ട് അതൊന്നാണ് ചെയ്തു നോക്കിക്കളി, ചിലപ്പോ അതുകൊണ്ടാണ് രക്ഷ കിട്ടിയാലോ. അപ്പൊ ഈ മനുഷ്യൻ പതറിപ്പോവുകയാണ്, അവൻ പതറിപ്പോവുകയാണ്. ആ അവസരത്തിൽ അവന്റെ മനസ്സ് പതറും, കൽബിൽ അവന് ഇളക്കമുണ്ടാകും. ഇതുവരെ റബ്ബിനെ അല്ലാതെ വിളിച്ചു പ്രാർത്ഥിച്ചിട്ടില്ലാത്ത, റബ്ബിൽ നിന്നല്ലാതെ ഗുണം പ്രതീക്ഷിച്ചിട്ടില്ലാത്തവന്റെ മനസ്സ് ചാഞ്ചാടിപ്പോകും. അവിടെ അവന്റെ മനസ്സിൽ അവൻ തവക്കുലാക്കി, വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു. ആര് അല്ലാഹുവിൽ തവക്കുലാക്കുന്നുവോ അവന് അല്ലാഹു മതി. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാ ഹു. അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട്, അല്ലാഹു നിനക്കൊരു ഉപദ്രവം വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നീക്കിക്കളയാൻ ഒരാളുമില്ല റബ്ബല്ലാതെ. വഇൻ യംസസ്ക ബിഖൈരിൻ, നിനക്കൊരു നന്മ ബാധിപ്പിക്കാൻ അവൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഫഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ആ വിശ്വാസത്തിൽ നിന്നൊക്കെ മനുഷ്യനാണ് പോകും. നിങ്ങൾ ഇതൊന്ന് ചെയ്തു നോക്കി എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള ആളുകളെ സമീപിച്ച് മനുഷ്യനെ അങ്ങോട്ട് ശിർക്കിലേക്ക് തള്ളി, കാവുകളിലേക്ക്, ചാത്തൻ സേവാ മഠങ്ങളിലേക്ക്, ഇത്തരത്തിലുള്ള പൂജാ കേന്ദ്രങ്ങളിലേക്ക്, മാരണക്കാരുടെ അടുത്തേക്ക്, സാഹിര്യങ്ങളുടെ അടുത്തേക്ക്, ജ്യോത്സ്യന്മാരുടെ അടുത്തേക്ക്, കണക്കുനോട്ടക്കാരുടെ അടുത്തേക്ക്, മഷിനോട്ടക്കാരുടെ അടുത്തേക്ക്, കൈനോട്ടക്കാരുടെ അടുത്തേക്ക്, ഇങ്ങനെ പലയിടത്തേക്ക് കൂടെ പോകാൻ പറയും. ഇപ്പൊ മനുഷ്യനാണ് പതറിപ്പോകും. അങ്ങനെ പതറിപ്പോകാതെ കൽബ് ഇങ്ങനെ ഉറച്ചു നിൽക്കാൻ, യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റി മറിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബേ, സബ്ബിത് ഖൽബി അലാ ദീനിക, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എപ്പോഴും തേടിക്കൊണ്ടിരിക്കണം. ആ മുസ്തഖീമായ മാർഗത്തിൽ നിന്ന് പുറത്തു പോകാൻ ഇടവരരുത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ വിശ്വാസങ്ങളിൽ, കർമ്മങ്ങളിൽ യാതൊരു രൂപത്തിലുള്ള അപാകതകളുമില്ലാത്ത നിലക്ക് നമ്മെ അള്ളാഹു എപ്പോഴും അവന്റെ കാവൽ നൽകിക്കൊണ്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നമ്മിലെ രോഗികൾക്ക് അള്ളാഹു സമ്പൂർണമായി ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ഫിത്നകളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ലോകത്തെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. اللهم احفظ دولة الإمارات من الفتن ما ظهر منها وما بطن، وأدم عليها الأمن والإيمان والسلامة والإسلام يا رب العالمين. اللهم سدد خطى حاكمنا يا ذا الجلال والإكرام. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين.